ഇതുവരെ ആ ഫ്ലാറ്റിലോ കോളനിയിലോ ഇങ്ങനൊരു പ്രശ്നങ്ങളുണ്ടായില്ല. ഇവൻ എന്നവിടെ വന്നോ അന്ന് മുതലാണ് ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ എല്ലാവരും യൂണിറ്റി ആയിരുന്നു, എല്ലാവരും തമ്മിൽ യൂണിറ്റി ആയിരുന്നു. നമ്മളെ ഈ ഫ്ലാറ്റിൽ നിന്ന് ഇറക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റിൻ്റെ ടോട്ടൽ ഏരിയയിൽ ഒരു 1 ഏക്കർ 60 സെൻറ്റ് കയ്യേറിയേക്കണാണ്. പുഴയുടെ തീരം മടച്ചു കെട്ടി കയ്യേറിയേക്കണാണ്. ഈ ടിനി ടോമും ലക്ഷ്മിപ്രിയയുമാണല്ലോ കുറച്ച് ദിവസമായിട്ട് എല്ലാവരുടെയും ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ഇന്ന് രണ്ടുപേരെയും കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആദ്യം നമുക്ക് ടിനി ടോമിൽ നിന്ന് തന്നെ തുടങ്ങാം. ടിനിയുടെ മകൻ അവരുടെ അയൽക്കാരുമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ടിനിയുടെ മകൻ അയൽക്കാരനായിട്ടുള്ള ശബരീഷിനെ തെറി വിളിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഇനി അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ചെറിയൊരു ഭാഗം ഒന്ന് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ടിനി ടോമിന്റെ മകനാണ്. വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കാണ്. കണ്ടോ, വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കാണ്. നമ്മൾ നേരിട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? കണ്ടല്ലോ. ഇനി ഈ വീഡിയോയുടെ പിറകിലുള്ള കാരണം എന്താണ്, എന്തിനാണ് ടിനി ടോമിന്റെ മകൻ ഇങ്ങനെ റോഡിൽ കിടന്ന് തെറിവിളി നടത്തിയത് എന്നും കൂടി ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ടിനി ടോമിന് സ്വന്തമായിട്ട് ഒരു ഫോർഡ് മസ്താങ് വണ്ടിയുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ ഫോർഡ് മസ്താങ് ടിനി ടോമിന്റെ മകൻ എടുത്ത് ഓടിച്ച സമയത്ത് ഒരു ഹമ്പിന്റെ മുന്നിൽ എത്തിയപ്പോ വണ്ടി സ്ലോ ഡൗൺ ചെയ്തു. അങ്ങനെ സ്ലോ ഡൗൺ ചെയ്ത് ഹമ്പൊക്കെ കയറി ഇറങ്ങിയ സമയത്ത് വണ്ടി ഒന്ന് പുള്ളിക്കാരനെ റൈസ് ചെയ്തപ്പോ വണ്ടിന്റെ സൗണ്ട് കൂടി. നമുക്കറിയാം ഫോർഡ് മസ്താങ് അത്യാവശ്യം സൗണ്ട് ഉള്ള വണ്ടിയാണ്. അപ്പൊ റൈസും കൂടി ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഒടുക്കത്തെ ഭീകര സൗണ്ട് ആയിരിക്കും. എന്തായാലും ഇങ്ങനെ ഭീകര സൗണ്ട് പുറത്ത് വന്ന സമയത്ത് ഈ ഹമ്പിന്റെ തൊട്ടടുത്ത് വീട്ടിലുള്ള ഒരു കുട്ടി ഭയങ്കരമായിട്ട് പേടിച്ചു. ഇപ്പൊ ടിനിയുടെ മകൻ തെറിവിളി നടത്തിയില്ലേ, ആ വീട്ടിലുള്ള കുട്ടിയായിരുന്നത്. പെട്ടെന്നുള്ള പേടിയിൽ ആ കുട്ടി നിലത്ത് വീഴുകയും ചെയ്തു. ആ വീഴ്ചയിൽ കുട്ടിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഈ കുട്ടി പേടിച്ചു വീണു. അതോടെ ഈ കുട്ടീന്റെ അച്ഛൻ എന്താക്കി, കുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട വീഡിയോ എടുത്ത ആള് ശബരീഷ് എന്നോ മറ്റോ ആണ് പുള്ളിക്കാരന്റെ പേര്. ഇദ്ദേഹം എന്ത് ചെയ്തു, ടിനി ടോമിനെ മകനെ പിടിച്ചൊന്ന് താക്കീത് ചെയ്തു. ഇങ്ങനെയൊന്നും റോട്ടിലൂടെ വണ്ടി ഓടിക്കരുത്, ഇവിടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളതാണ്, കുറച്ചൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ സൗണ്ട് കുറയ്ക്കണം എന്നുള്ള രീതി. ഇത് ടിനി ടോമിനെ മകനെ തീരാൻ ഇഷ്ടപ്പെട്ടില്ല. ഇവൻ തിരിച്ച് ഇങ്ങനെയോട് നല്ലോണം ചൂടായി. അതോടെ ഇങ്ങനെ വെറുതെ ഇരുന്നില്ല. സംഭവം ഇവരുടെ വില്ലയുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ട് പ്രശ്നം ഉണ്ടാക്കി. ഇത് കണ്ട് പ്രകോപിതനായിട്ടുള്ള ടിനി ടോമിന്റെ മകൻ സുഹൃത്തിനെയും കൂട്ടി ഇവരുടെ വീട്ടിന് പുറത്ത് വന്ന് നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇതാണ് ആക്ച്വലി സംഭവിച്ചത്. ഓൾറെഡി ശബരീഷ് ഈ വിഷയത്തെ കുറിച്ച് ചെറിയൊരു വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ റീസെന്റ് ടിനി ടോം വീണ്ടും വിവാദത്തിൽ പെട്ടതോടെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയി സംഭവത്തെ കുറിച്ചും ടിനി ടോമും കുടുംബവും എല്ലാം ഇവരുടെ വില്ലയിൽ ഉണ്ടാക്കുന്ന മറ്റുള്ള പ്രശ്നങ്ങളെ കുറിച്ചും എല്ലാം സംസാരിച്ചു കൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാനും മിമിക്രി താരം തമ്മിൽ എന്താണ് കോൺട്രവേഴ്സി, ഈ മകനായിട്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ ഉള്ളത് പലരും ചോദിക്കുന്നുണ്ട്. പലരും അതിന് താഴെ കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ കാര്യം മനസ്സിലാവുന്നുണ്ട്, കുറച്ച് പേരൊക്കെ കമൻ്റ് ഇടുന്നുണ്ട്. സോ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും എല്ലാം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കതിലൊന്നും യാതൊരു കാര്യമില്ല. സോ സംഭവം ഇൻസിഡൻറ്റ് ഇതാണ്. വണ്ടി റേസ് ചെയ്യിച്ച് പോയി, സൗണ്ട് കുറച്ച് ഓടിക്കാൻ പറഞ്ഞു, നമ്മൾ തെറി വിളിച്ചു. അവൻ്റെ വണ്ടിയുടെ പ്രത്യേക മെക്കാനിസമാണ്, പ്രത്യേക മെക്കാനിസം ആയതുകൊണ്ട് നമുക്കിതൊന്നും അറിയില്ലല്ലോ. നമ്മൾ സൈക്കിൾ ഓട്ടിയാണല്ലോ പോണത്. നമ്മൾ ജീവിക്കുന്നതും മറ്റേ പട്ടിക്കാടും ഉഗാണ്ടയിലും ഒരു ഇതിലും വലിയ വണ്ടിയുണ്ട്. പിന്നെ എവിടെയാണ് പറയുക, ഇരുണ്ട ഭൂഖണ്ഡത്തിലൊക്കെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ തെറി പറഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു. ഞാൻ ആ വോയിസ് റെക്കോർഡ് ചെയ്തിരുന്നു. ഈ അമ്മയായിട്ട് സംസാരിക്കുന്ന കോൺവെർസേഷൻ ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു. കാരണം അത് പ്രൂഫാണ്. നാളെ ഞാൻ ഈ ഇവരെ വിളിച്ചിട്ട് വല്ല മറ്റേത് വർത്തമാനവും പറഞ്ഞു എൻ്റെ പേരിൽ കേസ് വരും. അതുകൊണ്ട് സേഫറായിട്ട് ഞാനത് ചെയ്തു വെച്ചു. രാത്രി 14th March 2025 രാത്രി ഈ പയ്യൻ എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, പുറത്തേക്ക് ഇറങ്ങി വാ, സംസാരിക്കാം, ഒരു 5 minutes മതി. ഞാൻ പറഞ്ഞു, മോനെ വർക്കിലാണ്, നീ ഒരു 7:30 മോർണിംഗ് ആകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വാ, നമുക്ക് സംസാരിക്കാം. വലിയ ഡയലോഗൊന്നും അടിക്കണ്ട, പേടിയാണെങ്കിൽ വീട്ടിലിരുന്നോ. എന്നാൽ ശരി. ചെന്നപ്പോൾ തന്നെ അവൻ്റെ മോറസ് ഗരാജ് എന്ന് പറഞ്ഞ വണ്ടിയാണ്, ഇലക്ട്രിക് വണ്ടിയാണ്. അതിൻ്റെ പുറകിൽ 2 പേര് ഇരിപ്പുണ്ടായി. അവൻ്റെ കൂടെ ഒരു പൊക്കം കുറഞ്ഞൊരു പയ്യനുണ്ട്. ഇവൻ ഇറങ്ങി വന്നു. ഭയങ്കര അറഗൻ്റാണ് ഇവൻ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സംഭവം പന്തികേടാന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാനപ്പോൾ പറഞ്ഞു, ഇത് ടിനി ടോമിൻ്റെ മകനാണ്, കഞ്ചാവ് അടിച്ചിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞു, ജപ എല്ലാം പറഞ്ഞു ഞാൻ. ദെൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു, വീഡിയോ ഒക്കെ എടുത്തു. അവൻ്റെ പ്രകടനമൊക്കെ നിങ്ങൾ കണ്ടല്ലോ, നോർമലായിട്ടുള്ളൊരു. പിന്നെ ഇവൻ തന്നെ പറയുന്നു, ഞാനാണ് അമ്മയുടെ, ഞാൻ മറ്റതും അമ്മയുടെ. എൻ്റെ പൊന്നോ, എൻ്റെ അമ്മയുടെ വീടിൻ്റെ അടുത്ത് എൻ്റെ അമ്മാവ താമസിക്കണേ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. സ്വന്തം അമ്മയെ കൂടെ കൂട്ടാത്ത ടീമുകളാണ്. അത് അവൻ്റെ കാര്യം, എൻ്റെ കാര്യമല്ല. ഒരു കാര്യം ഉറപ്പായി, ഈ ചേട്ടൻ ടിനി ടോമിനേക്കാളും നന്നായി മിമിക്രി ചെയ്യുന്നുണ്ട്. ടിനി ടോം പോലും സ്വന്തം ശബ്ദം ഇത്ര നന്നായി അനുകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊള്ളാം എന്തായാലും. ഇനി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴുള്ള അനുഭവങ്ങളാണ് ശബരീഷ് തുടർന്ന് പറയുന്നത്. നമ്മൾ എന്തായാലും അന്ന് കേട്ടോക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ലെറ്റ് മീ കം ടു ദ പോയിന്റ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അപ്പോൾ ഒരു ബ്ലാക്ക് വോൾവോ കാർ, ഈ കനം കുറഞ്ഞ പൊക്കം കുറഞ്ഞ പയ്യൻ്റെയാണ് ബ്ലാക്ക് വോൾവോ കാർ. അവൻ ഇച്ചിരി ഫേമസ്, അവൻ്റെ പേര് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇത് കഴിഞ്ഞു. ഞങ്ങളപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു. പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ ടിനി ടോമിനെ പറഞ്ഞാണ്, ഇപ്പം ഉണ്ടോ അവിടെ? ഞാൻ പറഞ്ഞു, ഈ ഭാഗത്തുണ്ട്.
ഇനി വരുമ്പോൾ വന്നാൽ പോരെ. ശരി, അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ജ്യോതി വാ, വൈഫാണ്, ജ്യോതി വാ നമുക്ക് സ്റ്റേഷനിൽ പോയി റിട്ടേൺ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയിരുന്നു, പേപ്പർ വാങ്ങിച്ചു, പരാതി കൊടുത്തു. ഞാൻ അക്നോളജ്മെൻറ്റ് തരുമെന്ന് പറഞ്ഞു. അല്ല ഇപ്പം ഇത്രയും രാത്രി ആയില്ലേ, എത്ര രാത്രിയായാലും ഒരു പരാതിക്കാരൻ പരാതി തന്നാൽ അക്നോളജ്മെൻറ്റ് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ഒരു കന്നഡ വെച്ചിട്ട് ഒരാളായിരുന്നു, പുള്ളി പറഞ്ഞു നിങ്ങൾ പൊക്കോ, നിങ്ങൾ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ നെക്സ്റ്റ് ഡേ തൃശ്ശൂർ പോവുകയാണ്. ഒരു നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നു, ഭയങ്കര ഹറാസ്മെൻ്റ് ആയിരുന്നു. താനൊരു സിവിലിയനെതിരെ ഇങ്ങനെയൊക്കെയാണോടോ ചെയ്യണത്, അങ്ങനെയാണോടോ ഇങ്ങനെയാണോടോ. ഞാൻ പറഞ്ഞു താൻ ആരോടോ എന്ന് ചോദിച്ചു. ഞാൻ ആലുവ CI ആണ്. ഞാൻ പറഞ്ഞു ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ സബോർഡിനേഷനെ കൊണ്ട് വിളിപ്പിക്കലായി. അപ്പോൾ ഈ മറ്റേ അരഗൻസ് മാറ്റിയിട്ട് മറ്റേ ഇത് മാറ്റി താഴ്മയിലോട്ട് എത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ശബരീഷ് ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യേ, ആ പയ്യൻ്റെ ഭാവിയല്ലേ, നമുക്കത് നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഡയലോഗായിരുന്നു. ഞാൻ പറഞ്ഞു ശരി ആലോചിക്കാം, നോക്കട്ടെ. ശബരീഷ് എപ്പോഴാണ് വരികയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. ഒരു 4 o'clock ഞങ്ങളവിടെ എത്തി. ഞങ്ങളവിടെ ഇരിക്കുകയാണ്. 5 മണിയായപ്പോൾ പുള്ളി എത്തി. 5 മണിയായപ്പോൾ സിനിമാ നടൻ എത്തി. 5 മണിയായപ്പോൾ സിനിമാ നടൻ എത്തി. പട്ടി ഷോ അകത്തേക്ക് കയറിപ്പോയി. CI ആയിട്ട് എന്തോ കോൺവെർസേഷനിലായിരിക്കാം. ദെൻ അത് കഴിഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ഒരു സബോർഡിനേറ്റ്സ് വന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് വന്നേ അകത്തേക്ക് വന്നേ ബാ. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു ഇവനെ പോലീസിലെടുത്താ, എൽദോനെ സിനിമയിലെടുത്തെന്ന് പറഞ്ഞ പോലെ ഇവനെ പോലീസിലെടുത്താ. ഞാൻ അവിടെ ഇരുന്നു. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ ചെല്ലാത്തപ്പോഴത്തേക്കും ഒരു സബോർഡിനേറ്റ് വന്നിട്ട് പറഞ്ഞു സബീഷ ഒന്നകത്തേക്ക് ഇരുന്നു. ചെന്നിരുന്നപ്പോൾ CI മഞ്ജുനാഥോ മഞ്ജുദാസോ എന്തോ ഒരു ദാസാണ്, മഞ്ജു എന്ന് ഫ്രണ്ട് നെയിം ഉണ്ട്. പുള്ളി ടിനിച്ചേട്ടൻ അപ്പടി ഇപ്പിടി മറ്റേത് മറിച്ചത്. ശബരീഷ് കഞ്ചാവ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തു, അതുകൊണ്ട് ശബരീഷിൻ്റെ പേരിൽ കേസ് ടിനിച്ചേട്ടന് കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു കൊടുത്തോ, പ്രശ്നമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ കയറി അസഭ്യം പറഞ്ഞു. എൻ്റെ വീട്ടിൽ അസഭ്യം പറഞ്ഞു. എന്താ അസഭ്യം പറഞ്ഞേ? ഞാൻ പറഞ്ഞു നിങ്ങൾ വീഡിയോ ഉണ്ടല്ലേ മൈരേനൊക്കെ അല്ലേ വിളിക്കണേ, അത് അസഭ്യമല്ലല്ലോ. അവരുടെ വീട്ടിൽ അതൊക്കെ സർവ്വസാധാരണ ആയിരിക്കാം, പക്ഷെ എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ അസഭ്യം തന്നെയാണ്. സാധാരണക്കാരന് പോലീസ് സ്റ്റേഷനിൽ പോയാലുള്ള അവസ്ഥയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന അത്യാവശ്യം പിടിപാടുള്ള വ്യക്തിയാണെങ്കിൽ വാദിയെ പിടിച്ച് പ്രതിയാക്കാൻ പോലും പോലീസുകാർ മടക്കില്ല. ശബരീഷ് ടിനി ടോമിന്റെ മകനെതിരെ കേസെടുക്കാൻ ചെന്നപ്പോൾ തിരിച്ച് നിനക്കെതിരെ കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഭീഷണിയിൽ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ടിനി ടോമിന്റെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, മൈരേന്നല്ലേ വിളിച്ചിട്ടുള്ളൂ, അതൊക്കെ ഒരു തെറിയാണോ എന്ന് ചോദിച്ച് സംഭവത്തെ ലഘൂകരിക്കാൻ നോക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതിപ്പോ നേരെ തിരിച്ചാണ് സംഭവിച്ചതെങ്കിൽ, അതായത് ഈ ശബരീഷാണ് ടിനി ടോമിനും വീടിന് മുന്നിൽ പോയിട്ട് തെറിവിളി നടത്തിയതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വീട്ടിൽ അതിക്രമിച്ച് കയറിയെന്നും പറഞ്ഞ് ശബരീഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസ് വന്നേനെ. ഉറപ്പാണ് നമ്മുടെ നാട്ടിലെ പോലീസ് വിചാരിച്ചതൊക്കെ നടക്കും. ടിനി ടോമിന് പിടിപാട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കേസ് എടുക്കാൻ പോലും പോലീസ് തയ്യാറാവുന്നില്ല. പണവും പിടിപാടും ഉള്ളവന് വേണമെങ്കിൽ നിയമത്തെ പോലും വിലക്ക് വാങ്ങാമെന്നുള്ള ഒരു അവസ്ഥയാണ്. ഇത് രണ്ടുമില്ലാത്ത സാധാരണക്കാരന്റെ അവസ്ഥ അധോഗതിയാണ്. കേസ് കൊടുക്കാൻ ചെന്നാൽ നിനക്കെതിരെ തിരിച്ച് കേസെടുക്കുമെന്ന് പറയുന്ന പോലീസുകാരനുള്ള നാട്ടിൽ സാധാരണക്കാരൻ എങ്ങനെ നീതി കിട്ടാനാണ് അല്ലേ? ബാക്കിയാണ് നോക്കാം. അത് കഴിഞ്ഞു സംഭവം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഈ ഫ്ലാറ്റിൽ നിന്ന് ഇറക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഫ്ലാറ്റിലുള്ള കുറച്ച് ഭാഗങ്ങൾ ടിനി ടോം എന്ന് പറയുന്ന ഒരു നടനെ ഹോൾഡ് ചെയ്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റിൻ്റെ ടോട്ടൽ ഏരിയയിൽ ഒരു 1 ഏക്കർ 60 സെൻറ്റ് കയ്യേറിയേക്കണാണ്. പുഴയുടെ തീരം മടച്ചു കെട്ടി കയ്യേറിയേക്കണാണ്. അപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞ് റീസർവേ എടുത്തു കഴിഞ്ഞാൽ ടിനി ടോം അടക്കമുള്ളവരുടെ വീടിൻ്റെ മുറ്റം, ആ ലോൺ, പിന്നെ അവിടെ ഒരു കെട്ടിടമുണ്ട്, അതിന് ക്ലബ് ഹൗസ് എന്നാണ്, അവിടെയാണ് ഇവരുടെ പരിപാടികളെല്ലാം, അതെല്ലാം പോവും. സോ ഇതിനു മുന്നേ ബഹുമാനപ്പെട്ട സഖാവ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് ഒരു ഓർഡർ ഉണ്ടാക്കി ഇത് തിരിച്ച് വിട്ടുകൊടുക്കണമെന്ന് എന്നൊരു ഓർഡിനൻസ് ഇറക്കിയായിരുന്നു. പക്ഷേ ആ വില്ലയിൽ താമസിക്കുന്ന ഒരു റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ ഹോൾഡ് കാരണം അത് വാനിഷ്ഡ്. ഓക്കെ, അതങ്ങനെ. അപ്പോൾ ഇവർക്ക് ഇവനെ പോലുള്ളവരെ ഇങ്ങനെ ഇല്ലെങ്കിൽ സ്ഥലം പോയി കഴിഞ്ഞാൽ ആ ഏരിയയുടെ ആ കോളനിയുടെ ഭംഗി പോയി. ഭീമമായ തുകകളാണ് മെയിൻ്റനൻസ് ചാർജ് എന്നും പറഞ്ഞ് ഓരോ ടെനൻസിൻ്റെ നിന്നും വാങ്ങുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടൊരു കുടുംബം ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ എൻ്റെ ഓണറെ വിളിച്ചിട്ട്, എൻ്റെ ഫാമിലി ഫ്രണ്ട് തന്നെയാണ്, എൻ്റെ ഓണറെ വിളിച്ചിട്ട് അവർക്ക് അവിടെ കൊടുക്കരുത്, ഇരട്ടി വിലയ്ക്ക് ഞങ്ങൾ തരാം. ഇവൻ്റെ സ്ക്രൂയിങ് ആണ്. ആ ആളുകളെ വിട്ടിട്ട് ചോദിപ്പിക്കുക വീട് കൊടുക്കണ്ടോ അങ്ങനെയൊക്കെ. ഭയങ്കര കഷ്ടമാണ് എൻ്റെ സുഹൃത്തെ, ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ ഈ സ്റ്റേഷനിൽ വന്നപ്പോഴും ഈ ജിമ്മിൽ വന്നപ്പോഴും കോമറേഴ്സ് ജിമ്മിൽ വന്നപ്പോഴും ഇത് തന്നെയാണ്. അയ്യോ ഞാൻ അമ്മയുടെ മീറ്റിങ്ങിലായിരുന്നു, ഞാനോ ഭയങ്കര പ്രശ്നങ്ങളാണത്, ഭയങ്കര മമ്മൂക്കയുടെ മറ്റം. എൻ്റെ പൊന്നളിയാ, മമ്മൂക്ക പോലീസ് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവനില്ലെങ്കിൽ അമ്മയില്ലെന്നുള്ളതാണ്, ഈ പുള്ളി ഇല്ലെങ്കിൽ അമ്മയില്ലെന്നുള്ളതാണ് ഈ പുള്ള. ഇത് വളരെ ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒത്തിരി സങ്കടമുണ്ട്. ഇതുവരെ ആ ഫ്ലാറ്റിലോ കോളനിയിലോ ഇങ്ങനൊരു പ്രശ്നങ്ങളുണ്ടായില്ല. ഇവൻ എന്നവിടെ വന്നോ അന്ന് മുതലാണ് ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്.
അതുവരെ എല്ലാവരും യൂണിറ്റി ആയിരുന്നു, എല്ലാവരും തമ്മിൽ യൂണിറ്റി ആയിരുന്നു. ഞാൻ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എവിടെ പോലും പ്രശ്നം ഉണ്ടാക്കുക, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ടിനി ടോമിന്റെ ഹോബി എന്നാണ് ഇവിടെ ശബരീഷ് പറഞ്ഞു വരുന്നത്. അമ്മ സംഘടനയിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആകെ കുട്ടിച്ചോറായി. അതുപോലെ തന്നെയാണ് താമസിക്കുന്ന സ്ഥലത്തും ഇയാളുടെ പരിപാടി എന്നാണ് ശബരീഷ് പറയുന്നത്. ടിനിയും കുടുംബവും എന്ന് അവിടെ താമസിക്കാൻ വന്നോ അന്ന് തൊട്ട് അവിടെ ഓരോരോ പ്രശ്നങ്ങളാണെന്നാണ് ശബരീഷ് പറയുന്നത്. അനധികൃതമായി ഭൂമി കയ്യേറി വെച്ചിട്ടുണ്ടെന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇവിടെ ടിനിക്കെതിരെ ശബരീഷ് ഉന്നയിക്കുന്നുണ്ട് അല്ലേ. എന്തായാലും ടിനി ടോമിന് കുറച്ച് കാലത്ത് കഷ്ടകാലമാണെന്ന് പറഞ്ഞാൽ മതി. എന്നാലും ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, ഇയാൾ എങ്ങനെയാണ് ഈ കാണുന്ന നിലയിലെത്തിയത്? മിമിക്രിക്കാരൻ എന്ന ലേബലിലാണല്ലോ ഇയാൾ ആദ്യം അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ഇയാൾക്ക് മര്യാദയ്ക്ക് മിമിക്രി ചെയ്യാൻ അറിയില്ല എന്നുള്ളത് ഇയാളുടെ മിമിക്രി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. സ്വന്തം ശബ്ദത്തിൽ എത്ര ആൾക്കാരെ വേണമെങ്കിലും ടിനി അനുകരിക്കും. പക്ഷെ അങ്ങനെ അനുകരിക്കുന്നതിനൊന്നും മിമിക്രി എന്ന് പറയാൻ പറ്റൂലല്ലോ. ഇയാളുടെ ചില മിമിക്രി ഷോകളൊക്കെ കണ്ടു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ചിരിച്ച് മയ്യത്തായി പോകും. അജാതി കോമഡിയാണ്. എന്തായാലും പുറത്തു വരുന്ന ഓരോരോ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ടിനി ടോം അത്ര ഉടുപ്പല്ല. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ലക്ഷ്മി പ്രിയയെ കുറിച്ച് സംസാരിക്കാം. ലക്ഷ്മി പ്രിയ പിന്നെ അറിയാലോ, ഇടയ്ക്കിടെ എന്തെങ്കിലുമൊക്കെ വിവാദങ്ങളായിട്ട് ആളിങ്ങനെ ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. സിനിമ ഒന്നും ഇല്ലെങ്കിൽ എന്താ, വിവാദങ്ങൾക്ക് ഒരു കുറവില്ല. നീനാക്കുറുപ്പിനെ തെറി വിളിച്ചൊന്നും ആരും മറന്നിട്ടില്ലല്ലോ അല്ലെ. എന്തായാലും കുറച്ച് ദിവസങ്ങളായി ലക്ഷ്മി പ്രിയക്കെതിരെ ഉയർന്നു വരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും 20 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ്. ഇത് ഇന്നലെ നടന്ന സംഭവമില്ല കേട്ടോ, 2021 നടന്ന സംഭവമാണ്. സിബിലാൽ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ലക്ഷ്മി പ്രിയന്റെ അടുത്തേക്ക് ഒരു സിനിമാ കഥ പറയാൻ വേണ്ടി വന്നു. സിനിമയുടെ പേര് ആറാട്ടുമുണ്ട് എന്നായിരുന്നു. അങ്ങനെ കഥയൊക്കെ കേട്ട ശേഷം ലക്ഷ്മി പ്രിയ പറഞ്ഞു, തിരക്കഥ അത്ര പോരാ, ഇതൊന്ന് പൊളിച്ച് എഴുതണം. എന്റെ ഭർത്താവ് അടിപൊളിയായിട്ട് തിരക്കഥ എഴുതും, തിരക്കഥ ഒന്ന് പൊളിച്ച് എഴുതി മൂപ്പരെ ഏൽപ്പിക്കാന്ന് പറഞ്ഞു. ഈ മണ്ടം പ്രൊഡ്യൂസർ ആണെങ്കിൽ അത് വിശ്വസിച്ചു. അങ്ങനെ ലക്ഷ്മി പ്രിയയുടെ ഭർത്താവിനെ തിരക്കഥ പൊളിച്ച് എഴുതാൻ വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല അപ്പോഴും ഇപ്പോഴുമായി ഏകദേശം 20 ലക്ഷത്തോളം രൂപ ലക്ഷ്മി പ്രിയക്ക് കൊടുക്കുകയും ചെയ്തു. പക്ഷെ കുറെ കാലം കഴിഞ്ഞിട്ട് തിരക്കഥയും ഇല്ല, ഒരു കോപ്പും ഇല്ല. അങ്ങനെ പ്രൊഡ്യൂസർ എന്താക്കി, ലക്ഷ്മി പ്രിയ വിളിച്ച് പൈസ തിരികെ ചോദിച്ചു. കുറെ ചോദിച്ചപ്പോൾ അവസാനം ലക്ഷ്മി പ്രിയ 20 ലക്ഷത്തിന് ഒരു ചെക്ക് ഇയാളുടെ കൈ കൊടുത്തു. പക്ഷെ ചെക്ക് മടങ്ങി, പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടി. അയാൾ എന്താക്കി, ലക്ഷ്മി പ്രിയക്കെതിരെ കേസ് കൊടുത്തു. കേസ് കൊടുത്തിട്ട് വർഷങ്ങളായി, ഇപ്പോഴും അതിന്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രൊഡ്യൂസർ ഈ സംഭവത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് കേട്ടോക്കാം. സുപ്രിയായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാല്, ഞാൻ എന്റെ ഒരു സുഹൃത്ത് മുഖാന്തരമാണ് ലക്ഷ്മിപ്രിയ പരിചയപ്പെടുന്നത്. ഓക്കെ, കാരണം നമ്മുടെ ഈ സിനിമയിൽ ഒരു സഹനടിയായിട്ട് ലക്ഷ്മിപ്രിയയുടെ അതേ ഒരു ബോഡി ലാംഗ്വേജ് ഉള്ള ഒരാളെ വേണമായിരുന്നു. അപ്പോ ഈ ഇത്തിരി കോമഡിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. ആഹാ, കോമഡി തേടി ലക്ഷ്മിപ്രിയന്റെ അടുത്ത് പോയി അവസാനം ട്രാജഡി ആയിട്ട് തിരിച്ചു വന്നു പറഞ്ഞാൽ മതിയല്ലോ. ബാക്കി കേട്ടൊക്കെ അങ്ങനെ ഇതിലുമായിട്ട് പോയി നമ്മുടെ സിനിമയിൽ ചാൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. വിശദമായിട്ട് നമുക്ക് നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോവാം. ഏകദേശം ഒരു 12/8/2021 ലക്ഷ്മിപ്രിയയുടെ ഫ്ലാറ്റിൽ ചെന്ന് ഞാന് കഥാകൃത്തുണ്ടായിരുന്നു. നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ക്യാമറാമാൻ ബിജി കൃഷ്ണൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം വിനയൻ സാറിന്റെ അസോസിയേറ്റ് അസിസ്റ്റന്റ് വർക്ക് ചെയ്ത ആളാണ്. ഡയറക്ഷനും ക്യാമറയും ചെയ്തു. ഞങ്ങള് മൂന്നുപേരും കൂടെ പോയി കഥയും അത്യാവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കഥ തന്നെ എഴുതിയാൽ തന്നെയാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. എന്നത് നമ്മുടെ ചെറിയൊരു ഇതുകൊണ്ടാണ്, നമുക്ക് ആദ്യം ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ. മനസ്സിലായി ചേട്ടാ. ഇവര് പറഞ്ഞു, അയ്യോ ഇങ്ങനൊന്നും അല്ല ഒരു സിനിമയുടെ തിരക്കഥ, ഇങ്ങനൊന്നും അല്ല. ഒരു കാര്യം ചെയ്യാം, ഞാനും ഹസ്ബൻഡും കൂടെ, അതുപോലെ ഹസ്ബൻഡ് ജയേഷ്, ഹസ്ബൻഡ് കെ മൻസാറിന്റെ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനും ചേട്ടനും കൂടെ തിരക്കഥ പൊളിച്ചെഴുതിയിട്ടാണ്. ലക്ഷ്മി പ്രിയ ചേച്ചി തിരക്കഥ പൊളിച്ചെഴുതി തരാമെന്ന് പറഞ്ഞു. ചേട്ടൻ അത് കേട്ട് വിശ്വസിക്കുകയും ചെയ്തു. അവസാനം എല്ലാം കൂടി പൊളിച്ച് കൈ തന്നപ്പോൾ സമാധാനമായല്ലോ. എന്തായാലും ഇതുവരെ തിരക്കഥ എഴുതി പരിചയമില്ലാത്ത ലക്ഷ്മി പ്രിയക്കും ഭർത്താവിനും എങ്ങനെ തിരക്കഥ പൊളിച്ചെഴുതി തരാമെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പ്രൊഡ്യൂസർ പുതിയ ആളാണല്ലോ, അപ്പൊ ഒന്ന് പറ്റിച്ചേക്കാമെന്ന് വിചാരിച്ചതാണ്. ഈ പ്രൊഡ്യൂസർ ചെങ്ങായാണെങ്കിൽ കറക്റ്റ് അവരുടെ കുയിൽ ചെന്ന് വീണ് കൊടുക്കുകയും ചെയ്തു. എട്ടും പൊട്ടും തിരിയാതെ സിനിമയിലേക്ക് ചെന്ന് കയറി കൊടുത്താൽ ഏതൊക്കെ രീതിയിൽ പറ്റിക്കപ്പെടുമെന്ന് ഈ പ്രൊഡ്യൂസറുടെ അനുഭവത്തിൽ നിന്നെങ്കിലും എല്ലാവർക്കും മനസ്സിലായാൽ നന്ന്. അല്ല, കുറച്ച് പൈസ കയ്യിൽ വരുമ്പോഴേക്കും സിനിമ പിടിക്കാന്ന് പറഞ്ഞ് ഇറങ്ങുന്ന കുറെ ആൾക്കാരുണ്ട്. അവസാനം കയ്യിലുള്ള പൈസയും പോവും, കിടപ്പാടവും പോവും. അങ്ങനെ അനുഭവമുള്ള കുറെ പേരുണ്ട് നമ്മുടെ നാട്ടിൽ. ബാക്കി കേട്ടോക്കാം. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഞങ്ങൾ അവിടെ ഒരു ധാരണയായി. അതിനുശേഷമാണ് ഒരു 19/9 എന്നെ വിളിക്കുന്നത്. രാവിലെ വിളിച്ചിട്ട് അത്യാവശ്യം എനിക്കൊരു 50,000 രൂപ. ഓക്കെ, തിരക്കഥ എഴുതാനൊക്കെ തീരുമാനിച്ചെല്ലാം ഏൽപ്പിച്ചിരിക്കുന്ന ഒരാളാണല്ലോ. 50 കൊടുത്തു. അങ്ങനെ ആവശ്യമായിട്ട് ഏകദേശം ഒരു 25-26 പ്രാവശ്യം ഞാൻ 10,16,200 രൂപ അവരുടെ അക്കൗണ്ടിൽ. എനിക്ക് ചെറിയ റിയൽ എസ്റ്റേറ്റിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ഒരു വസ്തു, എന്റെ പേര് കിടന്ന ഒരു വസ്തു വിറ്റാൻ ബന്ധപ്പെട്ട് അഡ്വാൻസ് അതേപോലെ തന്നെ ലിക്വിഡായിട്ട് അവരെ ഏൽപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം മാസങ്ങളായിട്ടും തിരക്കഥ പൂർത്തിയാകുന്നില്ല. തിരക്കഥയെ സംബന്ധിച്ച് ഇവരൊന്നും പറയുന്നില്ല. അങ്ങനെ ഞാൻ വിശദമായി ഇവരെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഇവര് സിനിമയിലോ അല്ലെങ്കിൽ ഈ സീരിയൽ
അല്ലെങ്കിൽ കോമഡി ഷോയിലൊക്കെ അഭിനയിക്കുന്നതല്ലാതെ തിരക്കഥ ഒരു സിനിമയ്ക്ക് എഴുതാനുള്ള പ്രാപ്തിയൊന്നും അവർക്കില്ലെന്ന് ഒരു ഹസ്ബൻഡ് കെ മധുസാറിന്റെ വേറെ ഷൂട്ടിംഗ് പോലും കാണാൻ പോയിട്ടില്ലെന്നുള്ളതാണ് പിന്നെ ചേട്ടൻ തിരക്കിയപ്പോ അറിയാൻ പറ്റിയത്. അങ്ങനെ നമുക്ക് ചതിവ് പറ്റിയത്. ബെസ്റ്റ്. എല്ലാം കഴിഞ്ഞ് കയ്യിലുള്ള പൈസ ഒക്കെ പോയതിനു ശേഷമാണ് ചേട്ടൻ ലക്ഷ്മിപ്രിയയെ കുറിച്ചും ഭർത്താവിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത്. ഒരു 10-20 ലക്ഷം കൂടി കൊടുത്തതിന് ശേഷം അന്വേഷിച്ചാൽ മതിയായിരുന്നു ചേട്ടൻ. അതായിരുന്നു നല്ലത്. അല്ലെ ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുകയാണ്, ഇയാൾക്ക് ബുദ്ധിയില്ലേ? മുമ്പ് തിരക്കഥ എഴുതിയിട്ടുണ്ടോന്നൊന്നും അന്വേഷിക്കുക പോലും ചെയ്യാത്ത ഒരാൾക്ക് തിരക്കഥ എഴുതാൻ കൊടുക്കുന്നു. അയാൾ ചോദിക്കുമ്പോ പൈസ എടുത്ത് കൊടുക്കുന്നു. എന്നിട്ട് അവസാനം പറ്റിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോഴാണ് സത്യാന്വേഷണവുമായി ഇറങ്ങിയത്. ഇതിപ്പോ ഇന്ന് എന്നെ പറ്റിച്ചു എന്നും പറഞ്ഞ് നിന്ന് കൊടുത്ത പോലെ ആയി കാര്യങ്ങൾ. ബാക്കി കേട്ടോക്കെ എന്തായാലും മനസ്സിലായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് ലക്ഷ്മിപ്രിയ ഭർത്താവിനെ സജസ്റ്റ് ചെയ്തു. അതെ അതെ, അവരെ അങ്ങനെ ഞങ്ങൾ പൂജ വരെ നടത്തി. ഞാൻ കണ്ടു അതിന്റെ ഫോട്ടോസ് ഒക്കെ ഗൂഗിളിൽ കിടപ്പുണ്ട്. എന്നെ കൊണ്ട് പൂജ വരെ നടത്തിച്ചു. അതിനുശേഷമാണ് നമ്മൾ ചതിക്കുടിയിൽ ചെന്ന് വീണു എന്ന് മനസ്സിലായി. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഏകദേശം 10 ലക്ഷത്തിന് മേളിൽ ഇവർക്ക് കൊടുത്തു. 10,16,000 രൂപ പിന്നെ അക്കൗണ്ട് വഴിയും 10 ലക്ഷം രൂപ ലിക്വിഡും, അങ്ങനെ ടോട്ടൽ 20,16,000 കൊടുത്തു. അങ്ങനെ സെറ്റിൽ ചെയ്ത് 20 ലക്ഷം രൂപയുടെ ചെക്ക് എനിക്ക് ലക്ഷ്മിപ്രിയ തരുകയും ചെയ്തു, ഡേറ്റ് ഇട്ടു. അല്ല, ലക്ഷ്മിപ്രിയ ഈ ചെക്ക് തരാൻ കാരണം എന്തായിരുന്നു ചേട്ടാ? ഞാൻ അങ്ങനെ ഇത് നമുക്ക് ചതിവാണ് സംഭവിച്ചെന്ന് അറിഞ്ഞ് ഫിലിം ചേംബറിൽ പരാതി കൊടുത്തു. ഓക്കെ, ഫിലിം ചേംബറിൽ പരാതി കൊടുത്തതിന് ശേഷമാണ് ചെക്ക് തരുന്നത്. അതെ. അപ്പൊ ഇവര് നേരെ ആറാട്ടുമുണ്ടൻ എന്ന സിനിമയെ ബന്ധപ്പെട്ട് എനിക്കും ഹസ്ബൻഡിന് യാതൊരുവിധ ബന്ധങ്ങളില്ലാന്ന് ഫിലിം ചേംബറിൽ ഒരു പത്രത്തിൽ രേഖാമൂലം എഴുതി കൊടുത്തു. ഓക്കെ, അന്നത്തെ ദിവസം തന്നെയാണ് എനിക്ക് ചെക്ക് തരുന്നത്. മനസ്സിലായി. ഓൾറെഡി ഇവരാ പൈസ ഇതിലായിട്ട് തന്നിട്ടില്ല, ചെക്ക് തന്നിട്ടേ ഉള്ളൂ, പൈസ ആയിട്ടില്ലത്. അല്ല, ചെക്ക് തന്നു, ഡേറ്റ് ഇട്ട ആ ഡേറ്റിൽ ചെക്ക് നമ്മൾ പ്രസന്റ് ചെയ്തു. അപ്പൊ ചെക്ക് ബൗൺസ് ആയി. ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്. അത് ക്യാഷ് ചേട്ടന് കിട്ടിയിട്ടില്ല? ഇല്ല, അങ്ങനെ നമ്മള് പിന്നെ വക്കീൽ മുഖാന്തരം ബന്ധപ്പെട്ടു. വക്കീൽ മുഖാന്തരം ബന്ധപ്പെട്ട് ഇവർക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. ഓക്കെ, പിന്നെ ഇവരെ വസ്തുമായി ബന്ധപ്പെട്ട സിവിൽ കേസ്, അങ്ങനെ 2 കേസ് ഓൾറെഡി ഇപ്പൊ നിലവിലുണ്ട്. ഒന്ന് ആലപ്പുഴയില് സിവിൽ കേസും, ആലപ്പുഴ കോടതി സിവിൽ കേസും, അമ്പലപ്പുഴയില് ഈ കേസ് ക്രിമിനൽ കേസും. ഇപ്പൊ നിലവിൽ ലക്ഷ്മിപ്രിയ പറയുന്നത് അങ്ങനെ ഒരു കേസ് ലക്ഷ്മിപ്രിയക്ക് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ ആ കേസ് ഇപ്പോഴും ഉണ്ട്. എന്നാലും ഇപ്പൊ താങ്കൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ മാസം 26-ാം തീയതി അമ്പലപ്പുഴ കോടതിയിൽ കേസുണ്ട്. അമ്പലപ്പുഴ കോടതിയിൽ കേസുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം. ചെക്ക് ബൗൺസ് ആവുന്നൊക്കെ പറഞ്ഞാൽ അത് ഇന്ത്യയിലെ നിയമം വെച്ച് ക്രിമിനൽ കേസാണ്. 2.5 വർഷം വരെ ജയിലിൽ കിടക്കാനുള്ള വകുപ്പുണ്ട്. എന്തായാലും കേസിലെ വിധി വരുമ്പോഴറിയാം. പക്ഷെ ലക്ഷ്മിപ്രിയ പറഞ്ഞത് ഇങ്ങനെ ഒരു കേസ് തന്നെ ഇല്ല എന്നതാണ്. നമുക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്മിപ്രിയക്ക് പറയാനുള്ള കൂടി ഒന്ന് കേട്ടോക്കാം. ചേച്ചി, അവസാനമായിട്ട് ഇപ്പൊ ചേച്ചിയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ചേച്ചിയെ പറ്റി ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ഒരു ആരോപണം എന്ന് പറയുന്നത് സത്യമുണ്ടോ എന്ന് ഞാൻ വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. അതായത് 20 ലക്ഷം രൂപ ചേച്ചി തട്ടിയെടുത്തു. മോനെ ഞാൻ ഇവിടെ 20 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് ഞാൻ ഇവിടെ ഈ നാട് വിട്ടൊന്നും പോയിട്ടില്ല. ഞാൻ ഈ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. 20 ലക്ഷം രൂപ തട്ടിയെടുത്തെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവരട്ടെ. 20 ലക്ഷം രൂപ മോന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു സാധനം 20 ലക്ഷം രൂപ നമ്മൾ ചുമ്മാ ഒരു സാധനമാണോ ഞാൻ ഇങ്ങോട്ട് തട്ടിയെടുക്കാനായിട്ട്? ആരോപണങ്ങളൊക്കെ കോടതിയിൽ തെളിയിക്കട്ടെ. കോടതിയിൽ വളരെ ധീരമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. തെളിവുകൾ സഹിതം കോടതി കൊണ്ടുവന്ന് കേസ് നടത്തി ജയിക്കട്ടെ. എനിക്ക് പറഞ്ഞൂടെ അജിൻ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത അജിൻ, അല്ലെങ്കിൽ എന്നെ മോൻ കണ്ടിട്ടുണ്ടാവാം, പരിചയപ്പെട്ടിട്ടുണ്ടാവും. ലക്ഷ്മിപ്രിയത്തെ അജിൻ പൈസ ഞാൻ തട്ടിയെടുത്തു, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ എന്റെ പൈസ അജിൻ അങ്ങ് തട്ടിയെടുത്തു എന്ന് വെറുതെ പറയാൻ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമാണോ? ഇവിടെ കൃത്യമായിട്ടൊരു ലോ ആൻഡ് ഓർഡർ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം. നിയമമുണ്ട്, ഇത് കേരളമാണ്. അതെ, ഇത് കഴിഞ്ഞ 4-5 വർഷമായിട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. കേസ് തള്ളിപ്പോയൊരു കേസാണല്ലോ ഇത്. അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യം. ആദ്യം ചേച്ചി തന്നെ പറഞ്ഞു 4-5 വർഷമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അതേ ചേച്ചി തന്നെ പറയുന്ന കേസ് തള്ളിപ്പോയിരുന്നു. മറ്റേ പ്രൊഡ്യൂസർ ചേട്ടൻ പറയുന്നത് ഈ മാസം 26-ാം തീയതി കേസിന് വാദമുണ്ട് എന്നാണ്. ഇതിലിപ്പോ ഏതാണ് വിശ്വസിക്കുക? എന്നാലും എന്തെങ്കിലും ഈ കേസിന് വിധി വരുമല്ലോ. സത്യം അന്നറിയാമെന്ന് പ്രതീക്ഷിക്കാം അല്ലെ? അല്ലാതെ ഇപ്പൊ എന്ത് പറയാൻ. ആ പ്രൊഡ്യൂസർ ചേട്ടന് 20 ലക്ഷം ഒക്കെ ഇനി എന്ന് തിരിച്ചു കിട്ടുമോ എന്തോ. അത് പോയിന്ന് കണക്ക് കൂട്ടിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പം കുറച്ച് കാലമായിട്ട് സിനിമാക്കാർക്ക് ഒട്ടും നല്ല സമയമില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സിനിമയിലുള്ള ഭൂരിഭാഗം പേരും ഉടായ്പാണെന്നാണ് ഓരോ ദിവസം കഴിയുന്നതോറും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.